ആയിക്കോട്ടെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് ഇപ്പോൾ ബാംഗ്ലൂരുള്ളത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല വിശപ്പ്. ഇപ്പോൾ സമയം ഒരു 5 മണി ആവാറായിട്ടുണ്ട്. പക്ഷേ ഫുഡീസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്. എങ്ങനെ നോക്കാം, തണുപ്പ് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഈ വഴി ഇങ്ങനെ നടക്കുന്ന മുന്നോട്ട് ചായ കുടിക്കുക കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ ഒരു മൂടൽമഞ്ഞ കാര്യങ്ങളുണ്ട്. പരമാവധി ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണോ, ചെറിയൊരു വ്ളോഗ് അല്ലെങ്കിൽ ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കണമല്ലോ, ഞാൻ എന്താണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാവരും കണ്ടിരിക്കണം എന്ന് ഉറപ്പ് പറയില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരാളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് ഒരു കാര്യമൊന്നുമില്ല. എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. പിന്നെ തുടക്ക വീഡിയോ ഒക്കെ ഇത്തിരി മോശമൊക്കെ ആയിരിക്കും എന്ന് പറയാം. ക്ഷമിക്കണം, നമുക്ക് പോകാൻ നല്ല രീതിയിൽ കൊണ്ടുവരാം. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ശരിക്കും ഞാൻ ഈ ഒരു വ്ളോഗ് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്, ഇതിന് മുമ്പൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചായിരുന്നു. അതായത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് 10-33 കിലോമീറ്റർ അടുത്ത് പോകാനുണ്ട്. പിന്നെ എല്ലാവരും വീഡിയോ ഇരുന്ന് കാണണം. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ തുടക്കം ആയതുകൊണ്ട് കേട്ടോ, കൂടുതൽ ഇങ്ങനെ സംസാരിക്കണ കാര്യങ്ങളൊന്നും പോയ പഠിക്കുമല്ല. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. വണ്ടി പോകുന്നതുകൊണ്ട് നല്ല സൗണ്ട് കാര്യങ്ങളുണ്ടാവും. ഞാൻ പിന്നെ എന്താ ഫ്രണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ ഇത്ര നേരം ലെഫ്റ്റ് സൈഡിൽ കൂടെ ആണല്ലോ നടന്നത്. ഇപ്പോൾ ഈ വഴിയാണല്ലോ, എന്താ റൈറ്റ് സൈഡിൽ കൂടെയാണോ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ഹിറ്റ് ചെയ്യുക കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ പോകുന്ന ഡെസ്റ്റിനേഷൻ നിങ്ങൾ നിൽക്കുന്ന മാപ്പിലിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. എന്താ കാര്യം വെച്ചാൽ ഞാൻ ഇപ്പോൾ പോകുന്ന കിലോമീറ്റർ പറയുന്നത് അതിന് മുമ്പ് പോയി ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരുന്നു. പക്ഷേ റൈറ്റ് സൈഡാണ് ഈ ഡെസ്റ്റിനേഷൻ ഇരിക്കുന്നത് തന്നെ. അപ്പോൾ ആ സൈഡിൽ കൂടെ ഇത്തിരി വളം ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ കിലോമീറ്റർ ചിലപ്പോൾ അല്ലെങ്കിൽ 500 മീറ്റർ തന്നെ ഡിഫറൻറ്റ് വരെ അത് കൂടുകയും ചെയ്യും. ഇവിടെ പറഞ്ഞില്ല മാറ്റി വരുന്നു കേട്ടോ. ഞാൻ ശരിക്കും ഇവിടുന്ന് മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇവിടുന്ന് 3 കിലോമീറ്റർ നടക്കാനാണെങ്കിൽ ഒരു 51 മിനിറ്റ് ഊട്ടിക്കും, 1 മണിക്കൂറിന്ന് ഊട്ടിക്കും. ഇപ്പം തന്നെ ഞാൻ അപ്പോൾ 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ നോക്കി ശ്രദ്ധിച്ചില്ല. ഇതാണ് പ്രശ്നം. ഹിറ്റേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാപ്പ് ഇട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. എന്താണെങ്കിലും ഇതിപ്പോൾ ഞാൻ ഈ വഴി പോകുന്ന വഴിക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി വന്നാലുള്ളൂ. ഞാൻ പോകുന്ന നേരെ സ്ട്രെയിറ്റ് അങ്ങോട്ടും എന്താണെങ്കിലും ഒരു വണ്ടി പോലും ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ബാംഗ്ലൂർ ടു ഹൈദരാബാദ് റൂട്ടിലെ ഹൈവേ നിന്നാണ് റൈറ്റിലേക്ക് കയറിയത് ഉള്ളിലേക്ക്. അവിടുന്ന് മുതൽ ഹൈവേയുടെ അവിടുന്ന് മുതൽ തന്നെ ഇത് ബ്ലോക്കഡാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ റോഡ് പണി. ഇതിപ്പോൾ നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, ഞാൻ നടന്നു വന്ന് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൂടെയാണ് ഫുള്ള്. അപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് വന്നപ്പോൾ ഒരു ചായ കുടിച്ച് പിന്നെ എണീറ്റപ്പോൾ ഒരു 2-3 ദമ്മ് കാര്യങ്ങളൊക്കെ കഴിച്ചായിരുന്നു. പക്ഷെ അതൊന്നും ഒന്നില്ലാണ്ടായെന്ന് തോന്നുന്നു. നടക്കുന്ന അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ നടക്കാൻ എന്താണെങ്കിലും നടന്ന് പോവുക. ഹിറ്റേക്കിങ് എന്ന് പറയുമ്പോൾ ഒരു ഇതാണല്ലോ, ബേസിക് പറഞ്ഞ് എല്ലാം നടക്കുന്ന ചെറുതായിട്ട് ട്രയലടിച്ച് വലിയൊരു ട്രക്ക് ചെയ്യാൻ നോക്കുന്നത്. വെറുതെ പറയുന്നതാണ് ഇപ്പോഴേ. അതൊക്കെ ചിലപ്പോൾ കുറേ കാലങ്ങളെടുക്കും. എന്നാലും ചെറിയ യാത്രകൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്കും കാര്യങ്ങളൊക്കെ ഭംഗിയും മനോഹരവും നമ്മുടെ ജീവിതത്തിൽ തരുന്നില്ലേ. കൂടുതൽ ഫ്രണ്ട്സ് നോക്കി ഫുള്ള് കുരുട്ട്. എനിക്കറിയത്തില്ല, ഞാൻ വണ്ടിക്ക് ഈ വഴിക്ക് വന്നിട്ടെന്നുള്ളത് ആദ്യമായിട്ട് നടന്നത്. ഇതും നോക്കിക്ക് എന്തോ ഒരു ഭംഗി, ചുറ്റിനും മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി വ്യൂ കേട്ടോ. രാവിലെ തന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു രസമുണ്ട്. അടുത്തൊരു മരം അവിടെ ഇവിടെയൊക്കെ ആയിട്ടാട്ടോ. പക്ഷെ ദൂരേക്ക് ഭയങ്കര ഭംഗിയുണ്ട്, മനോഹരമായിരുന്നു. അത് തന്നെയാണല്ലോ വേണ്ടത്. നമ്മുടെ കണ്ണിന് കാണുന്നത് ആണല്ലോ ഏറ്റവും നല്ല ഭംഗിയായിട്ട് നമ്മുടെ കണ്ണിലാണല്ലോ വരുന്നത്. അത് ഞാൻ ക്യാമറ കാണുമ്പോൾ ആ ഒരു ഭംഗി കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാം. ഈ കാണുന്ന സ്ഥലം നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോകണ്ടേ നമ്മൾ. സ്റ്റാർട്ടിങ് ഏകദേശം ഒരു 140 അല്ലെങ്കിൽ 150 എറൗണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ ഒന്ന് നോക്കിയപ്പോൾ പലതാണ് കാണിക്കുന്നത്. ഇവിടെ കുറച്ച് ഡോഗ്സ് ഉണ്ട്. അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിക്കുക. എന്താണേലും അവരവൻ്റെ വഴിക്ക് നമ്മുടെ വഴിക്ക് പോകും. നോക്കിയപ്പോൾ 140 കാണിക്കുന്നുണ്ട്, 150 അടുത്ത് കാണിക്കുന്നുണ്ട്. എറൗണ്ട് 140 വിശ്വസിക്കാൻ നമുക്ക്. ഇവിടെ എൻട്രി ഫീ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്താണേലും അതുകൊണ്ട്
സുഖമായി എപ്പോഴാണേലും വരാം. പക്ഷെ നൈറ്റ് എന്നാലും അത്ര അലോഡൊന്നുമല്ല ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ സ്ഥലങ്ങൾ. ഇത് ഈ സ്ട്രീറ്റ് പോയി കഴിഞ്ഞാൽ ഗ്രാമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ അത്ര സിമ്പിളായിട്ട് എന്താ വെച്ചാൽ രാത്രി കണ്ടൊന്നും മനസ്സിലാകത്തില്ല. ഇവിടെ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തന്നേരം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നടന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. എന്തൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കൊന്നും ഇത് ഏകദേശം ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏകദേശം 300 അല്ലെങ്കിൽ 400 വർഷത്തിൻ്റെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു താമരക്കുളമാണ്. ഇറങ്ങി വരുമ്പോൾ കാണിക്കാൻ പറ്റുന്നത് ഫുള്ള് പാറയാണ് ചുറ്റിനും. എന്നിട്ട് ലേക്ക് പോലെ വെള്ളം അതിനകത്ത് താമരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു പാറയിൽ നിന്നുണ്ടായിരുന്നു മല ഫുള്ളും പാറ എന്ന് പറഞ്ഞാൽ ഫുള്ള് പാറ. ഏതെങ്കിലും ഗ്രഹം കാര്യങ്ങളൊക്കെ കാണുന്ന പോലെ ചെറിയ പ്ലാനറ്റ് കാര്യങ്ങൾ. നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് കയറാൻ സ്റ്റാർട്ട് ചെയ്യാം. ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതൊന്നും മനസ്സിലാകത്തൊന്നും വരുന്നത്. പിന്നെ ഫ്ലാഷ് വെട്ടത്തേക്ക് കയറിപ്പോൾ എന്താണെങ്കിലും കേൾക്കാം. ഏകദേശം 140 പറഞ്ഞത്. നമ്മൾ കയറി നോക്കാം. ഇതൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അത്യാവശ്യം കയറുന്തോറും ഒരു ചെറിയൊരിത് വരുന്നുണ്ട് കേട്ടോ. ഹൈറ്റിലേക്ക് ചെറുതായിട്ട് സ്ലോപ്പ് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ പിടിച്ച് കയറാനുള്ള സംഭവം എല്ലാം ഉണ്ട്. എന്നാൽ ഈ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി ഒത്തിരി താഴേന്ന് ഇതിൽ പാറുന്നുണ്ട്. താഴേന്ന് നോക്കി അങ്ങോട്ടൊക്കെയാണ് ഈ ഗ്രാമം കാര്യങ്ങൾ, ചെറിയ വില്ലേജ് പോലെ ഉള്ളത്. ഇപ്പോൾ ഇതൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലമുണ്ട്. വണ്ടിക്ക് അതിൻ്റെ മുകളിൽ വരെ എത്തും. വീൽ ചെയർ കാര്യങ്ങളും അപ്പം അങ്ങനെയുള്ളവർക്കൊന്നും ഇതിൽ വരാൻ നടക്കില്ല. പക്ഷെ ബാക്കി നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. എല്ലാം കൊണ്ട് നല്ല സൗകര്യമുണ്ട്. ചെറിയൊരു ഹിൽ റോക്കല്ലേ, നല്ല അത്യാവശ്യം തണുപ്പുണ്ട്. താഴെ ആ കാണുന്ന ചെറിയ വെള്ള കളറിൽ കാണുന്ന എല്ലാ ഫോഗാണ്. കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇറങ്ങി വരും മുട്ടയ്ക്ക് മുകളിലേക്ക് എന്നുള്ള കയറിപ്പോൾ. ഇവിടെ എന്തൊക്കെയോ വിഗ്രഹങ്ങളാണോ, പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. വല്ല വിഗ്രഹങ്ങളോ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടാക്കാനായിരിക്കും. പിന്നെ എനിക്ക് മനസ്സിലായത്, നമ്മൾ സാധാരണ ഞാനും കുറേ വീഡിയോ വ്ളോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് ഇത്രയും ഈ വ്ളോഗിന് ഇത്ര നീട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ക്യാമറ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരിക്കലും സംസാരിക്കാത്ത ഒരാൾക്കും ചിലപ്പോൾ നിങ്ങളോടാണ് സംസാരിക്കുന്നത്, പ്രേക്ഷകരോടെ സംസാരിക്കുന്നത്, ഈ വീഡിയോ കാണുന്നവരോടെ സംസാരിക്കുന്നത്. അതാ പറഞ്ഞത്, ഈ ക്യാമറ പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചപ്പോഴാണ് ഞാനിപ്പോഴും അത്യാവശ്യം സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ. ചെറുതായിട്ട് നടന്ന് വന്നിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്.